തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്തെ CPM-BJP അന്തർധാര രൂപപ്പെടുന്നു. ഇപ്പോഴേ തന്നെ അന്തർധാര ശക്തമായാൽ നീക്കുപോക്കുകളിലൂടെ CPM-ന് തുടർഭരണവും BJP-ക്ക് 2 അക്ക സീറ്റുകളും നേടാനാവുമെന്ന് ഇരുകൂട്ടരും കണക്കുകൂട്ടുന്നു. BJP നയങ്ങൾ പൂർണ്ണമായും പിന്തുടരുന്ന ഗവർണർ രാജേന്ദ്ര അർലേക്കർ തന്റെ മുൻ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയത് അന്തർധാരയുടെ പ്രകടമായ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. നാളെ രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് രാജ്ഭവന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ രാജ്ഭവൻ ചടങ്ങുകൾക്ക് വേദിയിൽ ഭാരതാംബയുടെ ചിത്രം വേണമെന്ന നിർദ്ദേശത്തിൽ നിന്ന് ഗവർണർ പിൻവാങ്ങി. ചടങ്ങിലെ വേദിയിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകില്ല. BJP നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഗവർണറുടെ നിലപാട് മാറ്റം എന്നാണ് സൂചന. രാജ്ഭവൻ പ്രസിദ്ധീകരണമായ രാജഹംസം എന്ന ത്രൈമാസികത്തിന്റെ പ്രകാശന ചടങ്ങിനാണ് പിണറായി വിജയൻ രാജ്ഭവനിൽ എത്തുന്നത്. മുഖ്യമന്ത്രിയാണ് രാജഹംസം ത്രൈമാസിക പ്രകാശനം ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ തഴഞ്ഞ് ശശി തരൂർ MPക്ക് ആദ്യ കോപ്പി നൽകിയാണ് മാസികയുടെ പ്രകാശനം. ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിന് റോളില്ല, സാന്നിധ്യം മാത്രമേ ഉണ്ടാകൂ. പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കെ വെറും MP ആയ ശശി തരൂരിന് ആദ്യ കോപ്പി നൽകി പ്രകാശനം ചെയ്യുന്നത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചടങ്ങിന് എത്താൻ സാധ്യതയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സർക്കാർ നയങ്ങളെയും പുകഴ്ത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളിലൂടെ കോൺഗ്രസിന് അനഭിമതനായ തരൂരിനെ ചടങ്ങിൽ ആദ്യ കോപ്പി ഏറ്റുവാങ്ങാൻ ക്ഷണിച്ചത് കോൺഗ്രസ് നേതൃത്വത്തെ ഒന്ന് ചവിട്ടാനാണെന്ന് കരുതുന്നവർ ഏറെ. കൂടാതെ ശശി തരൂർ ഏതു സമയവും BJP പാളയത്തിൽ എത്താമെന്ന സംശയവും ബലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തരൂരിന് ജനകീയ അടിത്തറ തീരെയില്ലെന്ന യാഥാർത്ഥ്യവും BJP തിരിച്ചറിഞ്ഞു. ശശി തരൂരിന്റെ വിലപേശൽ ശക്തി കുറഞ്ഞത് പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ച് BJPക്കൊപ്പം ചേരാമെന്നാണ് തരൂർ കണക്കുകൂട്ടിയിരുന്നത്. തന്റെ കൂടെ ഒരു പറ്റം കോൺഗ്രസ് നേതാക്കളെയും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. സ്വന്തം ഇമേജിന്റെ തടവറയിൽ കഴിയുന്ന തരൂരിനൊപ്പം നിൽക്കാൻ നേതാക്കളോ അണികളോ ഇപ്പോൾ ഇല്ലെന്നതാണ് സത്യം. ഈ യാഥാർത്ഥ്യം അദ്ദേഹം മാത്രമല്ല BJPയും മനസ്സിലാക്കി കഴിഞ്ഞു.